അപ്പോൾ അവൻ 18 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഹാർലി ഡേവിഡ്സൺ ചോദിക്കും, പിന്നെ ഒരു 10-25 വയസ്സാകുമ്പോൾ ഒരു വലിയൊരു കാർ ചോദിക്കും, ഒരു മിനി കൂപ്പർ വേണമെന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഈ 10 രൂപയുടെ കാറും വാങ്ങിക്കൊടുക്കുക. കാര്യം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള നിസാർക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കണ്ണൂരുള്ളതാണ്. അപ്പോൾ നിസാർക്ക് എന്നെ വിളിച്ചിട്ട് നിസാർക്ക് പറഞ്ഞു, ഷിബീറെ കോട്ടയ്ക്കൽ ഒരു MBA ചെയ്യാൻ എൻ്റെ മകനെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിസാർക്ക് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവനെ എന്നോടൊരു കാർ എടുക്കാൻ പറഞ്ഞ്, കാർ എടുത്തു തരാൻ പറഞ്ഞ്, കാറൊന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല, ഞാൻ ബൈക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഹാർലി ഡേവിഡ്സൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിസാർക്ക് ഒരു ഹാർലി എടുത്തു കൊടുത്തേക്ക്. ഷബീർ അങ്ങനെയല്ല, ഒരു ഹാർലി അല്ല, നീ ഒരു സെക്കൻഡ് ഒരു റോയൽ എൻഫീൽഡ് ഏതെങ്കിലും ബുള്ളറ്റ് ഏതെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിസാർക്ക് അവൻ നിസാർക്ക് എന്നോട് പറഞ്ഞ കാര്യം, ഷബീറെ ഞാൻ കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവൻ്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തി കൊടുക്കും, അവൻ്റെ ആഡംബരം നടത്താനുള്ള പൈസ അവനുണ്ടാക്കട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ കാര്യത്തിൽ ഇവൻ്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തി കൊടുക്കാറ്, ആഡംബരം നടത്താൻ അവനവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കട്ടെ എന്നുള്ളത്. നിസാർ ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണത്. അപ്പൊ കുട്ടികളൊക്കെ വളരുമ്പോൾ അവർ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുക. നമുക്ക് 10 രൂപയുടെ കാറായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 5 രൂപയുടെ ലേസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അവൻ 18 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ഹാർലി ഡേവിഡ്സൺ ചോദിക്കും, പിന്നെ ഒരു 10-25 വയസ്സാകുമ്പോൾ ഒരു വലിയൊരു കാർ ചോദിക്കും, ഒരു മിനി കൂപ്പർ വേണമെന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഈ 10 രൂപയുടെ കാറും വാങ്ങിക്കൊടുക്കുക.